ഒരു വലിയ തട്ടിപ്പിൻ്റെ കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഒരു ടെസ്റ്റും പാസ്സാവാതെ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കുന്ന തട്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിരവധി വാഹനാപകടങ്ങൾ നടക്കുന്ന ഈ കാലത്ത് ഡ്രൈവിംഗ് പഠിക്കാതെ റോഡിലിറങ്ങുന്ന ഈ വ്യാജന്മാരെ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. ഇവരൊക്കെ കാരണം എത്ര ജീവനുകളാകും റോഡിൽ പൊലിഞ്ഞു പോയിട്ടുണ്ടാവുക. കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നിബന്ധനകൾ കടുപ്പിച്ചതോടെയാണ് നിയമങ്ങളെ കാറ്റിൽ പറത്തി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാജമായി ലൈസൻസ് സ്വന്തമാക്കുന്ന വൻ മാഫിയ സംഘം സജീവമായത്. ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാതെ തന്നെ കർണാടകയിലെ മൈസൂരുവിൽ നിന്ന് ലൈസൻസ് നേടിയെടുത്ത് പിന്നീട് അത് കേരള ലൈസൻസാക്കി മാറ്റുന്ന തട്ടിപ്പാണ് ഈ അടുത്ത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. തട്ടിപ്പിൻ്റെ രീതി ഇങ്ങനെയാണ്. കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ പരാജയപ്പെടുന്നവരെയും ടെസ്റ്റിന് ഹാജരാകാൻ മടിയുള്ളവരെയുമാണ് തട്ടിപ്പ് സംഘം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഉദ്യോഗാർത്ഥികളെ മൈസൂരുവിലെത്തിച്ച് അവിടെ താൽക്കാലിക താമസമുണ്ടെന്ന് കാണിക്കുന്ന വ്യാജ വാടക കരാറുകളും തിരിച്ചറിയൽ രേഖകളും നിർമ്മിക്കും. അവിടെയുള്ള ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ടെസ്റ്റിൽ പങ്കെടുക്കാതെ തന്നെ ലൈസൻസ് പിന്നീട് നേടിക്കൊടുക്കുകയും ചെയ്യും. മാസങ്ങൾക്ക് ശേഷം ഈ ലൈസൻസ് കേരളത്തിലെ അഡ്രസ്സിലേക്ക് മാറ്റാൻ അപേക്ഷ നൽകി നിയമപരമായി കേരള ലൈസൻസ് കൈക്കലാക്കുകയും ചെയ്യുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലൈസൻസ് മാറ്റിവരുന്ന അപേക്ഷകരുടെ രേഖകൾ അതീവ ജാഗ്രതയോടെ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. താമസ രേഖകളിൽ സംശയമുള്ള പക്ഷം പോലീസ് വെരിഫിക്കേഷനും നടത്തും. തട്ടിപ്പ് കണ്ടെത്തിയാൽ ലൈസൻസ് റദ്ദാക്കുന്നതിനൊപ്പം ഇടനിലക്കാർക്കും ഉദ്യോഗാർത്ഥികൾക്കുമെതിരെ ക്രിമിനൽ നടപടിയും സ്വീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അംഗീകൃത പരിശീലനം ലഭിക്കാതെ ഇത്തരം കുറുക്കുവഴികളിലൂടെ ലൈസൻസ് നേടുന്നത് റോഡ് അപകടങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും പൊതുജനങ്ങൾ ഇത്തരം കണികളിൽ വീഴരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു കാര്യം കൂടി ഓർക്കുക, ഡ്രൈവിംഗ് എന്നാൽ ഒരു ജോലിയോ പാഷനോ മാത്രമല്ല, അത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ ജീവൻ്റെ ഉത്തരവാദിത്തം, കൂടെ യാത്ര ചെയ്യുന്നവരുടെ ജീവൻ്റെ ഉത്തരവാദിത്തം, റോഡിൽ വാഹനങ്ങളുമായി വരുന്ന മറ്റുള്ളവരുടെ ജീവൻ്റെ ഉത്തരവാദിത്തം, റോഡ് മുറിച്ചു കടക്കുന്നവൻ്റെ, റോഡിനരികിലൂടെ നടന്നു പോകുന്നവൻ്റെ തുടങ്ങി നിരവധി മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഉത്തരവാദിത്യം ഡ്രൈവിങ്ങിനുണ്ട്. നിയമം പാലിച്ച് മറ്റുള്ളവരെ പരിഗണിച്ചു മാത്രം വാഹനം ഓടിക്കുക. എല്ലാവരുടെയും ജീവൻ സുരക്ഷിതമായിരിക്കട്ടെ.